ഗുഡ് മോർണിംഗ് മക്കളെ. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ടീച്ചർ നിങ്ങൾക്കൊരു അടിപൊളി കഥ പറഞ്ഞു തരാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും ധൈര്യം തരുന്ന ഒരു കഥ. നമ്മുടെ കഥയുടെ പേരാണ് ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. അതിന്റെ അർത്ഥമെന്താണെന്നറിയോ? ചെറിയ കൈകൾ, വലിയ ധൈര്യം. നമുക്ക് കഥയിലേക്ക് പോയാലോ? അപ്പോ നമ്മുടെ കഥ തുടങ്ങുകയാണ്. എന്താണ് ആദ്യത്തെ ഭാഗത്തിന്റെ പേര്? ഒരു മഴ ദിവസത്തെ കണ്ടെത്തൽ. കളിച്ചും ചിരിച്ചും നല്ല രസമായിട്ട് തുടങ്ങിയ ഒരു ദിവസമാണ് നമ്മുടെ കഥയിലെ കൂട്ടുകാരെ നമ്മൾ കാണുന്നത്. ദാ ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഇവരാണ് നമ്മുടെ കഥയിലെ പ്രധാനികൾ. ഒരു ചേച്ചിയും അനിയനും, അല്ലേ? ചേച്ചിയുടെ പേര് ദിൽന, അനിയന്റെ പേര് ഐസക്. അവര് എന്ത് സന്തോഷത്തോടെയാണ് വീടിന് മുറ്റത്ത് പന്ത് കളിക്കുന്നത് നോക്കിക്കേ. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആകാശം കറുത്തിരുണ്ടു. പിന്നൊരു മഴ. രണ്ടുപേരും മഴ നനയാതിരിക്കാൻ ഒറ്റ ഓട്ടത്തിന് വീടിന്റെ അകത്തേക്ക് കയറിപ്പോയി. പക്ഷേ വീടിനകത്ത് അവരെ കാത്തിരുന്നത് ഒരു പേടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. അയ്യോ, അവരുടെ അമ്മ അടുക്കളയിൽ താഴെ വീണ് കിടക്കുന്നു, ഒട്ടും ബോധമില്ലാതെ. ആ കുട്ടികൾ എന്തുമാത്രം പേടിച്ചു കാണും, അല്ലേ? ഇനി എന്തുണ്ടായി എന്ന് നമുക്ക് നോക്കാം. നമുക്കിനി കഥയുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം. അമ്മയെ ആ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് നമ്മുടെ കൊച്ചുമിടുക്കി ദിൽന എന്തു ചെയ്തു? അവള് പേടിച്ചു കരഞ്ഞോ, അതോ ധൈര്യത്തോടെ എന്തെങ്കിലും ചെയ്തോ? നമുക്ക് നോക്കാം. ആ സമയത്ത് അവരെ സഹായിക്കാൻ വീട്ടിൽ വേറെ ആരുമുണ്ടായിരുന്നില്ല. അച്ഛനാണെങ്കിൽ ദൂരെ വിദേശത്താണ്. അമ്മയെ അങ്ങനെ കണ്ടപ്പോൾ കുഞ്ഞനിയൻ ഐസക്ക് പേടിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ദിൽനയ്ക്കും വല്ലാതെ പേടി തോന്നിയിരുന്നു. പക്ഷേ ദിൽന വെറുതെ പേടിച്ച് കരഞ്ഞുകൊണ്ട് നിന്നില്ല. ആ പേടിക്കുന്ന സമയത്തും അവൾക്ക് പെട്ടെന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മ വന്നു. എന്താണെന്നറിയോ? പണ്ട് അവളുടെ മുത്തശ്ശി പഠിപ്പിച്ചു കൊടുത്ത ഒരു എമർജൻസി ഗെയിം, അതായത് ഒരു അപകടം വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു കളി. ആ ഓർമ്മയാണ് ശരിക്കും അവിടെ എല്ലാത്തിനും ഒരു മാറ്റമുണ്ടാക്കിയത്. അപ്പോൾ ദിൽന ചെയ്ത ധീരമായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഒന്നാമതായി, അവൾ പേടിക്കാതെ ശാന്തയായി നിന്നു. എന്നിട്ട് മുത്തശ്ശി പഠിപ്പിച്ച ആ ഗെയിം ഓർത്തെടുത്തു. രണ്ടാമതായി, അവൾ വേഗം ഫോണെടുത്ത് ഫയർഫോഴ്സിന്റെ എമർജൻസി നമ്പറായ 101 വിളിച്ചു. മൂന്നാമതായി, ഫോണെടുത്ത ആളോട് അവൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ മക്കളെ. സഹായത്തിന് വിളിക്കുമ്പോൾ നമ്മുടെ പേരും സഹായം എത്തേണ്ട സ്ഥലത്തിന്റെ വിലാസവും കൃത്യമായി പറയണം. ദിൽന അത് കറക്റ്റായിട്ട് പറഞ്ഞു. എന്റെ പേര് ദിൽന, ഞങ്ങളുടെ വീട്ടു നമ്പർ 1203, രാംനഗർ സ്ട്രീറ്റ്, ചെറുവാപ്പടി. കണ്ടോ എന്ത് മിടിക്കിയവള്? കഥയുടെ മൂന്നാം ഭാഗം, രക്ഷകരെത്തുന്നു. ദിൽന ഫോൺ വിളിച്ച് അഡ്രസ്സൊക്കെ പറഞ്ഞു. ഇനി എന്തുണ്ടായി കാണും? സഹായം വന്നോ? നമുക്ക് നോക്കാം. അധികം താമസിച്ചില്ല. ദൂരെ നിന്നൊരു ശബ്ദം കേട്ടു. ഒരു സൈറണിന്റെ ശബ്ദം. അത് അടുത്തടുത്ത് വരുന്നത് അവർ കേട്ടു. ദാ വരുന്നു ഫയർഫോഴ്സിന്റെ വണ്ടി. ദിൽന വിളിച്ച ഉടനെ അവരെത്തി. വണ്ടിയിൽ നിന്നിറങ്ങിയ അങ്കിൾമാര് വേഗം വന്ന് അമ്മയ്ക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, അതായത് പ്രഥമ ശുശ്രൂഷ. അത് കിട്ടിയതോടെ അമ്മ പതുക്കെ കണ്ണു തുറന്നു. അമ്മയ്ക്ക് ബോധം തിരിച്ചു വന്നു. കണ്ടില്ലേ, ദിൽനയുടെ ധൈര്യം അമ്മയുടെ ജീവൻ രക്ഷിച്ചു. ഇത്രയും വലിയൊരു കാര്യം ചെയ്ത നമ്മുടെ ദിൽനയ്ക്ക് ഒരു സമ്മാനം വേണ്ടേ? വേണം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഫയർ സ്റ്റേഷനിൽ നിന്ന് അവളെ വിളിച്ചു. അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ ധൈര്യത്തിന് ഒരു വലിയ അവാർഡ് കൊടുത്തു. അപ്പോ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല കഥയായിരുന്നു അല്ലേ? ഇനി നമുക്ക് ഈ കഥയിൽ നിന്ന് നമ്മൾ കേട്ട ചില പുതിയ വാക്കുകൾ പഠിച്ചാലോ? റെഡിയല്ലേ? നമ്മുടെ ആദ്യത്തെ വാക്കാണ് എമർജൻസി. ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ, എമർജൻസി. എന്താ ഇതിന്റെ അർത്ഥം? ഒരു അടിയന്തര സാഹചര്യം, പെട്ടെന്ന് വരുന്ന ഒരു അപകടം. കഥയിലെ അമ്മയ്ക്ക് സംഭവിച്ചത് ഒരു എമർജൻസി ആയിരുന്നു. അടുത്ത വാക്ക് കൺസോൾ. എല്ലാവരും പറഞ്ഞേ, കൺസോൾ. ഇതിന്റെ അർത്ഥം ഒരാളെ ആശ്വസിപ്പിക്കുക എന്നാണ്. കഥയില് കുഞ്ഞനിയൻ ഐസക്ക് പേടിച്ച് കരഞ്ഞപ്പോൾ ദിൽന അവനെ സമാധാനിപ്പിച്ചില്ലേ? അതാണ് കൺസോൾ ചെയ്യുക എന്ന് പറയുന്നത്. മൂന്നാമത്തെ വാക്ക് ബ്രേവറി. ഒന്നിച്ചു പറയാം, ബ്രേവറി. അതായത് ധീരത അല്ലെങ്കിൽ പേടിയില്ലാത്ത അവസ്ഥ. നമ്മുടെ ദിൽന അപകടം വന്നപ്പോൾ കാണിച്ചതെന്തായിരുന്നു? അതെ, ബ്രേവറി. ഹായ് കൂട്ടുകാരെ, ഒന്നിച്ചു നിന്നാൽ എന്തു വലിയ അത്ഭുതം സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചൊരു കഥ കേൾക്കാം. ഇത് മഴവിൽ മനുഷ്യരുടെ കഥയാണ്. ഒരേ സ്വരത്തിൽ ഒന്നിച്ചു നിന്നവരുടെ അടിപൊളി കഥ. അപ്പോ നമ്മുടെ ഇന്നത്തെ കഥയുടെ പേരാണ് വോയിസസ് ഇൻ യൂണിസൺ, അതായത് ഒരേ സ്വരത്തിലുള്ള ശബ്ദങ്ങൾ. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നോ? ഐക്യത്തിന്റെ, അതായത് നമ്മളെല്ലാവരും ഒന്നായി നിൽക്കുന്നതിന്റെ ശക്തിയെക്കുറിച്ചാണ്. അപ്പോ ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണെന്ന് വെച്ചാൽ ഐക്യമാണ്. അതായത് എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടെ നിൽക്കുക. ഈയൊരു പോയിന്റ് ഓർത്തുവെച്ചോളൂ. നമുക്ക് കഥയിലേക്ക് കടക്കാം, അല്ലേ? ശരി, അപ്പം നമുക്ക് കഥയുടെ ആ വർണ്ണാഭമായ തുടക്കത്തിലേക്ക് പോകാം. സമാധാനവും സന്തോഷവും മാത്രം നിറഞ്ഞ ഒരു ഗ്രാമത്തിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ഈ കഥ തുടങ്ങുന്നത്.
അങ്ങ് ദൂരെ വിശാലമായൊരു മണൽപ്പുറത്ത് എങ്ങും സമാധാനമുള്ളൊരു സുന്ദരൻ ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു ദിവസം ഒരു മാന്ത്രികനെപ്പോലെ ഒരു ഇളം ചൂടുള്ള കാറ്റ് പതിയെ വീശാൻ തുടങ്ങി. അപ്പോ ഈ കാറ്റിൽ എന്താ സംഭവിച്ചതെന്നോ? ആകാശത്തുനിന്ന് നിറയെ പൂമ്പാറ്റകളെപ്പോലെ പല നിറത്തിലുള്ള റിബണുകൾ ഇങ്ങനെ താഴേക്ക് പറന്നു വന്നു. നീല, ചുവപ്പ്, മഞ്ഞ, പച്ച. എന്തൊരു ഭംഗിയായിരിക്കുമല്ലേ? ഇത് കണ്ട ഗ്രാമവാസികൾ ആവേശത്തോടെ ഓടിച്ചെന്ന് അതെല്ലാം എടുത്ത് അവരുടെ കൈകളിൽ കെട്ടി. ആ റിബണുകൾ കെട്ടിയതും ഒരു മാജിക് പോലെ ഒരു അത്ഭുതം സംഭവിച്ചു. ആ നിറങ്ങളില്ലേ, അത് അവരുടെ തൊലിയിലേക്കിങ്ങനെ പടർന്നു പിടിച്ചു. എല്ലാവരും നല്ല തിളക്കമുള്ളവരും സന്തോഷമുള്ളവരുമായി മാറി. ഓരോരുത്തർക്കും ഓരോ നിറം. എല്ലാവരും വ്യത്യസ്തരായി, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ആ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. ആ ഗ്രാമത്തിൽ പെട്ടെന്ന് ഭയത്തിന്റെ ഒരു തണുത്ത കാറ്റ് വീശി. ആ കാറ്റിൽ വലിയ മതിലുകൾ ഉയരാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ആ തണുത്ത കാറ്റ് അവരുടെ മനസ്സിലെ പേടിയായിരുന്നു. തങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ നിറമാണല്ലോ എന്നോർത്ത് അവർക്ക് പേടിയായി. അയ്യോ, അവൻ എന്റെ നിറമല്ലല്ലോ എന്ന് വിചാരിച്ച് അവർ പരസ്പരം സംശയത്തോടെ നോക്കാൻ തുടങ്ങി. അങ്ങനെ നിറത്തിന്റെ പേരിൽ വേർപിരിഞ്ഞ് അവർ വലിയ മതിലുകൾ പണിതു. അപ്പൊ എന്തു പറ്റിയെന്നറിയാമോ? നോക്കൂ, ചുവപ്പു നിറമുള്ളവരുടെ കയ്യിൽ വെള്ളമുണ്ടായിരുന്നു, പക്ഷേ കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു. നീലനിറമുള്ളവരുടെ കയ്യിലോ ഭക്ഷണമുണ്ട്, പക്ഷെ കുടിക്കാൻ വെള്ളമില്ല. അതുപോലെ പച്ചക്കാർക്ക് വിറകുണ്ടായിരുന്നു, പക്ഷെ താമസിക്കാൻ ഒരു വീടില്ലായിരുന്നു. മഞ്ഞക്കാർക്ക് വീടുണ്ടായിരുന്നു, പക്ഷെ കത്തിക്കാൻ വിറകുമില്ലായിരുന്നു. കണ്ടോ, എല്ലാവരും ഒറ്റയ്ക്കായപ്പോൾ ആർക്കും ജീവിക്കാൻ വേണ്ടതെല്ലാം കയ്യിലില്ലാത്ത അവസ്ഥയായി. അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. പങ്കുവെക്കലിന്റെ ഒരു മഴവില്ല് വിരിയാൻ കാരണമായ ഒരു അപരിചിതന്റെ വരവ്, അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ ഒരു ഉപദേശം. അവരുടെ ഈ ദുരിതം കണ്ട ആ അപരിചിതൻ അവരോട് ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: പങ്കുവെക്കൽ മാത്രമാണ് മുന്നോട്ടുള്ള ഒരേ ഒരു വഴി. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം അല്ലേ? പക്ഷേ ആ വാക്കുകൾക്ക് ഒരുപാട് ശക്തിയുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ഗ്രാമവാസികൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു. ആ അപരിചിതന്റെ വാക്കുകൾ അവരുടെ കണ്ണു തുറപ്പിച്ചു. അവർ സന്തോഷത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുത്തു. എന്തൊക്കെയാ ചെയ്തതെന്നോ? ഒന്നാമതായി, അവർ കയ്യിലുള്ളതെല്ലാം പരസ്പരം പങ്കുവെച്ചു. രണ്ടാമതായി, അവർക്കിടയിലുണ്ടായിരുന്ന ആ വലിയ മതിലുകൾ ഇടിച്ചു നിരത്തി. അവസാനം അവരെല്ലാവരും ഒന്നായി. എന്നിട്ട് സ്വയം ഒരു പേരിട്ടു: മഴവിൽ മനുഷ്യർ. അതുമാത്രമല്ല, അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പല നിറത്തിലുള്ള റിബണുകളെല്ലാം ഒരുമിച്ച് ചേർത്ത് ആകാശത്ത് ഭീമാകാരമായ അതിമനോഹരമായ ഒരു മഴവില് തന്നെ ഉണ്ടാക്കി. അതിനുശേഷം ആ ഗ്രാമത്തിൽ വേർതിരിവുകളെയും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഐക്യത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു. അപ്പോ അടിപൊളി കഥയായിരുന്നില്ലേ? ഇതിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചതെന്ന് ഒന്നും കൂടി ഉറപ്പിക്കാൻ സമയമായി. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കാൻ റെഡിയാണോ? ശരി, അപ്പോ ഇതാ ആദ്യത്തെ ചോദ്യം. എന്തിനായിരുന്നു ആ ഗ്രാമവാസികൾ അവർക്കിടയിൽ അത്രയും വലിയ മതിലുകളൊക്കെ പണിതത്? ഒന്ന് ഓർത്തു നോക്കിക്കേ. അതെ, കറക്റ്റ്. അവർക്ക് തങ്ങളുടെ വ്യത്യസ്ത നിറങ്ങളെക്കുറിച്ച് ഭയം തോന്നി. അതുകൊണ്ട് നിറത്തിന്റെ പേരിൽ സ്വയം വേർതിരിക്കാൻ വേണ്ടിയാണ് അവരാ മതിലുകൾ പണിതത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആ അപരിചിതൻ വന്ന് നൽകിയ ആ ശക്തമായ ഉപദേശം എന്തായിരുന്നു? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മിടുക്കർ. സന്തോഷത്തോടെ ജീവിക്കാൻ പങ്കുവെക്കൽ മാത്രമാണ് ഒരേയൊരു വഴി എന്നതായിരുന്നു അത്. അതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും, അല്ലേ? ശരി, ഇനി കുറച്ച് ചോദ്യങ്ങൾ കൂടി വേഗത്തിൽ ചോദിക്കാം. ഗ്രാമവാസികൾ ഒന്നിച്ചപ്പോൾ എന്താണ് രൂപപ്പെട്ടത്? അതെ, ഒരു മഴവില്ല്. അടുത്തത്, വാസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥമെന്താണ്? ഓർമ്മയുണ്ടോ? വിശാലമായ അല്ലെങ്കിൽ വളരെ വലിയത് എന്ന്. അവസാനത്തത്, അൺഫ്രണ്ട്ലി എന്ന വാക്കിന്റെ വിപരീതമെന്താണ്? ആലോചിച്ചു നോക്കൂ. ഫ്രണ്ട്ലി അല്ലെങ്കിൽ ദയുള്ള, സൗഹൃദമുള്ള എന്നൊക്കെ പറയാം. മിടുക്കർ. അപ്പോ നമ്മൾ ഈ കഥയുടെ അവസാന ഭാഗത്തേക്കെത്തുകയാണ്. ഒരുമിച്ച് നിന്നാൽ എങ്ങനെ കൂടുതൽ ശക്തരാകാം എന്ന് നമുക്ക് നോക്കാം. ഈ മഴവില്ല് നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്ന് പ്രശസ്തയായ ഹെലൻ കെല്ലർ പറഞ്ഞൊരു വാചകമുണ്ട്. അത് ഈ കഥയ്ക്ക് എത്രത്തോളം ചേർന്നതാണെന്ന് നോക്കിക്കേ. ഒറ്റയ്ക്ക് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ, പക്ഷേ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ശരിയല്ലേ? അതുകൊണ്ട് കൂട്ടുകാരെ, ഈ മഴവിൽ മനുഷ്യരുടെ കഥ എപ്പോഴും ഓർക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും കഴിവുകൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. എപ്പോഴും ഓർക്കുക, യൂണിറ്റി സ്ട്രെങ്ത്, അതായത് ഐക്യമത്യം മഹാബലം. ഒരു പുസ്തകത്തിന് നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമോ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെയൊരു കഥയാണ്. വായന എന്നൊരു മാന്ത്രിക ശക്തി കുറച്ചു കുട്ടികളുടെ ലോകം തന്നെ മാറ്റിമറിച്ചതിന്റെ ഒരുപാട് പ്രചോദനം തരുന്നൊരു കഥ. അപ്പോ അത്ഭുത ലോകത്തേക്കുള്ള താളുകൾ എന്ന ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
പ്രശസ്ത എഴുത്തുകാരനായ നീൽ ഗെയ്മാന്റെ ഒരു വാചകമുണ്ട്. ഒരു പുസ്തകം നിങ്ങളുടെ കൈകളിൽ പിടിക്കുന്ന ഒരു സ്വപ്നമാണ്. എന്തൊരു ഭംഗിയുള്ള വാക്കുകളാ അല്ലേ? ശരിക്കും ചിന്തിച്ചു നോക്കിയേ, ഓരോ പുസ്തകവും നമ്മളെ പുതിയ ലോകങ്ങളിലേക്കും പുതിയ ചിന്തകളിലേക്കും കൊണ്ടുപോകുന്ന ഒരു വാതിൽ പോലെയാണ്. നമ്മുടെ ഭാവനയ്ക്കും അപ്പുറത്തേക്ക് ഒരു യാത്ര. അപ്പോ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനു മുന്നേ ആ കുട്ടികളുടെ ലോകം എങ്ങനെയുള്ളതായിരുന്നു? നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു വലിയ മാലിന്യ കൂമ്പാരത്തിനടുത്താണ്. അവിടെയായിരുന്നു ആ കുട്ടികൾ താമസിച്ചിരുന്നത്. അവരുടെ ഓരോ ദിവസവും പാഴ്ക്കടലാസുകൾ പെറുക്കിവിറ്റാണ് അവർ ജീവിച്ചിരുന്നത്. പ്രതീക്ഷകൾക്കൊന്നും വലിയ സ്ഥാനമില്ലാത്തൊരു ലോകം, അങ്ങനെ പറയാം. സ്കൂളിൽ പോകുക എന്നൊക്കെ പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു. വെറുമൊരു സ്വപ്നം മാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് ചെറുപ്പത്തിലെ ജോലിക്ക് പോകേണ്ടി വന്നു. അവരുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകുന്നത് അവർ ഭയങ്കര കൊതിയോടെ നോക്കി നിൽക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ അവർ വെറുതെ വായിക്കുന്ന പോലെ അഭിനയിക്കും. ആ അക്ഷരങ്ങളുടെ ലോകത്തേക്കെത്താൻ അവർ അത്രയധികം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയിരിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരുന്നത്. ഒരു സഞ്ചി നിറയെ മാന്ത്രികതയുമായിട്ടാണ് ആ വരവ്. ആ ഒരൊറ്റ വരവ് മതിയായിരുന്നു അവരുടെ ലോകം മൊത്തത്തിൽ മാറ്റിമറിക്കാൻ. വന്നതൊരു സ്ത്രീയായിരുന്നു. കുട്ടികൾ അവരെ സ്നേഹത്തോടെ ദീദി എന്ന് വിളിച്ചു. കാണാൻ ദയുള്ളൊരു മുഖം, ഒരു വെളുത്ത കുർത്ത, പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ചുവന്ന ദുപ്പട്ട. അവരുടെ കയ്യിലോ ആ വലിയ സഞ്ചിയുമുണ്ടായിരുന്നു. അപ്പോ സ്വാഭാവികമായും കുട്ടികൾക്ക് ആകാംക്ഷയായി. എന്തായിരിക്കും ആ വലിയ സഞ്ചിക്കുള്ളിൽ? അവർ കണ്ണ് വിടർത്തി നോക്കി നിന്നു. എന്തായിരിക്കും ആ വർണ്ണനിധി? നിങ്ങൾക്ക് വല്ല ഊഹവുമുണ്ടോ? അത് നിറയെ കഥാപുസ്തകങ്ങളായിരുന്നു. പല നിറങ്ങളിലുള്ള ചിത്രങ്ങളൊക്കെയുള്ള കഥാപുസ്തകങ്ങൾ. സത്യം പറഞ്ഞാൽ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തേക്കാളും വിലപിടിപ്പുള്ള ഒരു നിധി തന്നെയായിരുന്നു അത്. അങ്ങനെ ആ പുസ്തകങ്ങളുടെ താളുകളിലൂടെ ദീദി അവർക്ക് മുന്നിൽ പുതിയ പുതിയ ലോകങ്ങളിലേക്കുള്ള വാതിലുകൾ ഓരോന്നായി തുറന്നുകൊടുത്തു. അവരുടെ പഠനം ഒരു യാത്ര പോലെയായിരുന്നു. ശരിക്കും മനോഹരമായ ഒരു യാത്ര. ആദ്യം ദീദി കഥകൾ വായിച്ചു കൊടുക്കും, നല്ല ഭാവത്തോടെ, ആംഗ്യങ്ങളൊക്കെ കാണിച്ച്. അത് കേട്ടിരുന്ന് അവരക്ഷരങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. പിന്നെ വാക്കുകൾ കൂട്ടി വായിച്ചു. അവസാനം അവർ സ്വന്തമായിട്ട് തന്നെ കഥകൾ മുഴുവനായി വായിക്കുന്ന ആ ഒരു നിലയിലേക്കെത്തി. കുട്ടികൾക്ക് ദീദിയെ അത്രയധികം ഇഷ്ടമായി. അവരുടെ ആ സ്നേഹം കാണിക്കാൻ വേണ്ടി അവർ ദീദിക്ക് ഇരിക്കാനായി ഒരു പ്രത്യേക സ്ഥലം തന്നെ ഒരുക്കി. പൂക്കളും വർണ്ണക്കടലാസുകളും കൊണ്ടൊക്കെ അത് അലങ്കരിച്ച് ഭംഗിയാക്കി. പക്ഷേ കഥ ഇവിടെ തീർന്നില്ല. അവർ നേടിയെടുത്ത ഈ പുതിയ അറിവ് പെട്ടെന്നൊരു ദിവസം ഒരു പരീക്ഷണത്തിന് വിധേയമായി. കഥ ഒരു നിർണായകമായ വഴിത്തിരിവിലേക്ക് നീങ്ങുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദീദി വന്നില്ല. കുട്ടികൾ കുറേ നേരം കാത്തിരുന്നു. പക്ഷേ ഒരു വിവരവുമില്ല. അവർക്ക് വല്ലാത്ത സങ്കടവും പേടിയുമായി. ദീദിക്ക് എന്തു പറ്റിയിട്ടുണ്ടാവും? ദീദിയെ എങ്ങനെ കണ്ടുപിടിക്കും എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് ആ പുസ്തകങ്ങളിലൊന്നിന്റെ അവസാന പേജില് ഒരു സൂചന കിട്ടിയത്. അത് ദീദിയുടെ വിലാസമായിരുന്നു. കണ്ടോ, അവർ പഠിച്ച അക്ഷരങ്ങൾ തന്നെ അവർക്കൊരു വഴികാട്ടിയായി. അപ്പോ അവർ പഠിച്ച അറിവ് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് അവർ ശരിക്കും തിരിച്ചറിഞ്ഞത് ആ ഒരു നിമിഷത്തിലാണ്. നമ്മുടെ കഥ അതിൻ്റെ ഏറ്റവും വൈകാരികമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവർ പിന്നെ ഒന്നും നോക്കിയില്ല. അവരുടെ വായനാശേഷി ഉപയോഗിച്ച് ബസ്സിന്റെ നമ്പറൊക്കെ വായിച്ച് വഴി ചോദിച്ച് അക്ഷരങ്ങളെ ഒരു വഴികാട്ടിയാക്കി അവർ ദീദിയുടെ വീട് കണ്ടുപിടിച്ചു. അവിടെ ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച എന്താണെന്നോ? ദീദിക്ക് അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു. അപ്പോൾ തന്നെ കുട്ടികൾ ദീദിയുടെ അടുത്ത് ചെന്നിരുന്നു. എന്നിട്ട് ദീദി അവർക്ക് വായിച്ചു കൊടുത്ത അതേ കഥകൾ അവർ ദീദിക്ക് തിരിച്ചു വായിച്ചു കൊടുത്തു. ഇത് കേട്ടതും ദീദിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തന്റെ കുട്ടികൾ അക്ഷരങ്ങൾ പഠിച്ചു എന്ന് മാത്രമല്ല, ആ അറിവ് അവർ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു എന്നറിഞ്ഞപ്പോൾ അതിലും വലിയൊരു സമ്മാനം ദീദിക്ക് കിട്ടാനുണ്ടായിരുന്നില്ല. അവരുടെ ആ വിജയം ദീദിയുടെ അഭിമാനമായി മാറി. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു കഥ കേൾക്കാൻ പോവാ. ഒരു സൂപ്പർ സൂപ്പിന്റെ കഥ. കൂടെ കുറച്ച് നല്ല ആരോഗ്യശീലങ്ങളും പഠിക്കാം. റെഡിയല്ലേ? ഒരു സാധാരണ കല്ല്. അതെ, ഒരു കല്ല് വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ളൊരു സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാ ശരി, നമുക്ക് ഈ അത്ഭുതം നിറഞ്ഞ കഥയിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വിശന്ന് തളർന്നൊരു സഞ്ചാരി അങ്ങനെ നടന്ന് ഒരു ഗ്രാമത്തിലെത്തി. പക്ഷേ കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ? ആ ഗ്രാമത്തിലെ ആരും ഒട്ടും സൗഹൃദത്തോടെ പെരുമാറിയില്ല. ഒരാളും ഒരു തുള്ളി വെള്ളം പോലും കൊടുത്തില്ല. എല്ലാവരും വാതിലൊക്കെ അടച്ച് അവരവരുടെ വീട്ടിനുള്ളിലിരുന്നു. അപ്പൊ നമ്മുടെ സഞ്ചാരി ഒരു സൂത്രം പ്രയോഗിച്ചു. ആളൊരു ബുദ്ധിമാനായിരുന്നു കേട്ടോ. തന്റെ കയ്യിലുണ്ടായിരുന്നൊരു കല്ലെടുത്തിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു,
എന്റെ കയ്യിലൊരു മാന്ത്രിക കല്ലുണ്ട്. ഇത് വെച്ച് ഞാൻ ലോകത്തിലെ ഏറ്റവും രുചിയുള്ള സൂപ്പ് ഉണ്ടാക്കാൻ പോവുക. മാന്ത്രിക കല്ലോ? അതെന്താ സംഭവം? ഇത് കേട്ടതും ആളുകൾക്ക് ഭയങ്കര ആകാംക്ഷയായി. അവര് പതുക്കെ ഓരോരുത്തരായി പുറത്തു വന്നു. എന്നിട്ടോ കയ്യിലുള്ളതൊക്കെ സൂപ്പിലിടാൻ തുടങ്ങി. ദാ കുറച്ച് ഉപ്പും വെണ്ണയും, പിന്നെ ഉള്ളി, ടേർണിപ്പ്, പയറ്, ക്യാരറ്റ്, അവസാനം കുറച്ച് ചിക്കനും. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴുണ്ടല്ലോ, എന്തൊരു മണമായിരുന്നെന്നോ! ആ സൂപ്പിന്റെ നല്ല മണം ഗ്രാമം മുഴുവൻ നിറഞ്ഞു. പിന്നെന്തുണ്ടായി? ഗ്രാമത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് ആ അടിപൊളി സൂപ്പ് ആസ്വദിച്ചു. അപ്പോ ഒരു സംശയം, വെറുമൊരു കല്ലിട്ടാൽ സൂപ്പിന് ഇത്രയും ടേസ്റ്റ് വരുമോ? എന്തായിരിക്കും ആ സൂപ്പിനെ അത്ര സ്പെഷ്യലാക്കിയത്? നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ ആ സഞ്ചാരി എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യഥാർത്ഥ മാന്ത്രികത ഈ കല്ലിലല്ല, അത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നതിലാണ്, ആ പങ്കുവെക്കലിലാണ്. കണ്ടില്ലേ, പങ്കുവെക്കൽ ആ ഗ്രാമത്തെ ഒന്നാകെ ശക്തമാക്കി. അതുപോലെ നമ്മുടെ ശരീരത്തെ ശക്തമാക്കാൻ എന്തു ചെയ്യണം? അതിനുമുണ്ട് കുറച്ചു നല്ല ശീലങ്ങൾ. എന്തൊക്കെയാന്ന് നോക്കിയാലോ? ദാ നോക്കിക്കേ, ആരോഗ്യത്തോടെ ഇരിക്കാൻ ഈ 4 ലളിതമായ കാര്യങ്ങൾ ചെയ്താൽ മതി. 1. രാവിലെയും രാത്രിയും പല്ല് തേക്കണം. 2. എന്നും കുളിച്ച് ഫ്രഷ് ആകണം. 3. കൈകൾ നന്നായി കഴുകി അഴുക്കെല്ലാം കളയണം. 4. നല്ല ഊർജം കിട്ടാൻ നിറയെ പച്ചക്കറികൾ കഴിക്കണം. സിമ്പിൾ അല്ലേ? അപ്പോ കഥയൊക്കെ കേട്ടില്ലേ? ഇനി നമുക്കൊരു ചെറിയ ഗെയിം കളിച്ചാലോ? ഒരു ക്വിസ് ടൈം. നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചെന്ന് നോക്കാമല്ലോ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ആ സൂപ്പിലെ മാന്ത്രിക സാധനം എന്തായിരുന്നു? ഒരു കോഴിയാണോ, ക്യാരറ്റാണോ, അതോ ഒരു ഉരുണ്ട കല്ലാണോ? ഓർത്തു നോക്കിക്കേ. യെസ്, ഉത്തരം സി, ഒരു ഉരുണ്ട കല്ല്. ശരിയാക്കിയവർക്കെല്ലാം ഒരു കൈയടി. അടുത്ത ചോദ്യം: എന്തുകൊണ്ടാണ് ഗ്രാമത്തിലുള്ളവർ ആദ്യം സഹായിക്കാതിരുന്നത്? അവർ ഉറങ്ങുകയായിരുന്നോ, അതോ അവർക്കൊന്നും പങ്കുവയ്ക്കാൻ ഇഷ്ടമില്ലായിരുന്നോ, അതോ മഴ പെയ്തതുകൊണ്ടാണോ? എന്തായിരിക്കും കാരണം? അതെ, അതുതന്നെ. ഉത്തരം ബി, അവർക്ക് പങ്കുവയ്ക്കാൻ ഇഷ്ടമില്ലായിരുന്നു. അതായിരുന്നു പ്രശ്നം. ഇനി നമ്മുടെ ആരോഗ്യശീലങ്ങളെക്കുറിച്ചുള്ള ചോദ്യം. രാവിലെയും രാത്രിയിലും എന്ത് ചെയ്യണമെന്നാ നമ്മൾ പഠിച്ചത്? കുളിക്കണമെന്നാണോ, കൈ കഴുകണമെന്നാണോ, അതോ പല്ല് തേക്കണമെന്നാണോ? അതേ, ശരിയാണ്. ഉത്തരം സി, പല്ല് തേക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ, ആരും മറക്കരുത്. ശരി, അടുത്തത്, നമുക്ക് കൂടുതൽ ഊർജം കിട്ടാൻ എന്ത് കഴിക്കണമെന്നാണ് പറഞ്ഞത്? പച്ചക്കറികളോ, സൂപ്പോ, അതോ പാൻകേക്കോ? കിട്ടിപ്പോയി. ഉത്തരം എ, പച്ചക്കറികൾ. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണല്ലോ. ഓർക്കുന്നുണ്ടോ കഥയിൽ ആ ഗ്രാമത്തിലുള്ളവര് ജനലിലൂടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയത്? ആ ഒളിഞ്ഞു നോട്ടത്തിന് ഇംഗ്ലീഷിൽ പറയുന്നൊരു വാക്കാണ് പീക്ഡ്. എന്നുവെച്ചാൽ വേഗത്തിൽ, ആരും കാണാതെ നോക്കുക. അപ്പൊ നമ്മളിന്ന് ഒരു പുതിയ ഇംഗ്ലീഷ് വാക്കും പഠിച്ചു അല്ലേ? അപ്പൊ നോക്കൂ, രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മൾ നമ്മുടെ കളിപ്പാട്ടങ്ങളും ഭക്ഷണവുമൊക്കെ പങ്കുവെക്കുമ്പോൾ നല്ല കൂട്ടുകാരെ കിട്ടും അല്ലേ? അതുപോലെ തന്നെ നല്ല ശീലങ്ങൾ, അതായത് നന്നായി ഭക്ഷണം കഴിക്കുന്നതും വൃത്തിയായിരിക്കുന്നതും നമ്മുടെ ശരീരത്തെ ശക്തമാക്കും. ശരി, അപ്പൊ നമ്മൾ ഈ കഥയിൽ നിന്നും കവിതയിൽ നിന്നും പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നോക്കാം. അപ്പോ ഇതാണ് നമ്മൾ ഓർത്തുവെക്കേണ്ട കാര്യം. പങ്കുവെക്കൽ നല്ല സൗഹൃദങ്ങളുണ്ടാക്കുന്നു, നല്ല ശീലങ്ങൾ ആരോഗ്യമുള്ള ശരീരവുമുണ്ടാക്കുന്നു. അപ്പൊ എല്ലാവരും നല്ലത് പങ്കുവെക്കുക, നല്ല ശീലങ്ങൾ പാലിക്കുക. ഓക്കേ? നിങ്ങൾ എപ്പോഴെങ്കിലും മഴ പെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആകാശത്തുനിന്ന് വീഴുന്ന ഓരോ തുള്ളിക്കും അതിന്റേതായൊരു കഥയുണ്ട്. ഇന്ന് അങ്ങനെയൊരു മഴത്തുള്ളിയുടെ വളരെ മനോഹരമായ ഒരു യാത്രയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ അത്ഭുതകരമായ യാത്രയിലേക്ക് കടക്കാല്ലേ? ഒരു മേഘത്തിൽ തുടങ്ങി ഭൂമിയിലേക്ക് പതിച്ച് വീണ്ടും തിരികെ ആകാശത്തേക്ക് പോകുന്ന ഒരു കുഞ്ഞു മഴത്തുള്ളിയുടെ സാഹസിക യാത്ര. നമ്മുടെ ഈ കഥയ്ക്ക് 6 ഭാഗങ്ങളുണ്ട്. ഓരോ ഭാഗത്തും ഈ മഴത്തുള്ളി നമ്മുടെ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്നും അതിന്റെ യാത്ര എത്രത്തോളം വലുതാണെന്നും നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കഥ തുടങ്ങുന്നത് ആകാശത്ത് ഒഴുകി നടക്കുന്ന ഒരു മേഘത്തിനുള്ളിലാണ്. അവിടെ നമ്മുടെ ഈ കുഞ്ഞ മഴതുള്ളി ഭൂമിയിലേക്കുള്ള തന്റെ വലിയ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. യാത്ര തുടങ്ങാൻ നേരം ആകാശത്തെന്തോ സംഭവിക്കുന്നു. പെട്ടെന്ന് കറുത്തിരുണ്ട മേഘങ്ങൾക്കിടയിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വെളിച്ചം, ഒരു മിന്നൽ പിണർ ആകാശത്തെ കീറിമുറിക്കുന്നു. ആ വെളിച്ചത്തിന് തൊട്ടുപിന്നാലെ ഭൂമിയെ തന്നെ വിറപ്പിക്കുന്ന ഒരു ഗംഭീര ശബ്ദം കേൾക്കുകയാണ്. അത് ഇടിമുഴക്കമായിരുന്നു. ആ ഒരു ഗംഭീര ശബ്ദമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ മുഴക്കം എന്നു പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊടുങ്കാറ്റിന്റെ ഒരു സംഗീതം പോലെ.
നമ്മുടെ കഥയിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണിത്. കൊടുങ്കാറ്റ് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ശാന്തതയുണ്ടാവും, അല്ലേ? ചിലപ്പോൾ സൗന്ദര്യവും. നമ്മുടെ മഴത്തുള്ളിയോടെ ഈ വീഴ്ച എങ്ങനെയാണ് ആകാശത്തൊരു അത്ഭുതം സൃഷ്ടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മഴത്തുള്ളി പതിയെ താഴേക്ക് പതിക്കുമ്പോൾ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ എത്തിനോക്കുന്നു. സൂര്യന്റെ രശ്മികൾ ഓരോ മഴത്തുള്ളിയിലൂടെയും കടന്നുപോകുമ്പോൾ ഒരു മാന്ത്രിക വിദ്യ പോലെ എന്തോ ഒന്ന് സംഭവിക്കുന്നു. കണ്ടില്ലേ, ആകാശത്ത് 7 നിറങ്ങളുള്ള ഒരു മഴവില്ല് വിരിഞ്ഞിരിക്കുന്നു. താഴെ ഭൂമിയിലുള്ള കുട്ടികൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണത്. അപ്പൊ നമ്മുടെ മഴത്തുള്ളി ഒടുവിൽ ഭൂമിയിൽ എത്തി. പക്ഷേ അതാദ്യം എവിടെയായിരിക്കും വീണിട്ടുണ്ടാവാ? അത് ചെന്നു വീണത് എവിടെയാണെന്നോ? ഒരു തവിട്ട് നിറമുള്ള പൂച്ചയുടെ മൃദുവായ രോമത്തിലാണ്. സ്പ്ലാറ്റ് എന്നൊരു കുഞ്ഞു ശബ്ദത്തോടെ അതാ പൂച്ചയെ ചെറുതായൊന്ന് അതിശയിപ്പിച്ചു. ഈ സ്പ്ലാറ്റ് എന്ന വാക്ക് കേട്ടോ? നനഞ്ഞ എന്തെങ്കിലും ഒരു പ്രതലത്തിൽ വന്ന് വീഴുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദമില്ലേ, അതാണ് സ്പ്ലാറ്റ്. നമ്മുടെ മഴത്തുള്ളി അതിന്റെ ലാൻഡിംഗ് അറിയിച്ചത് അങ്ങനെയാണ്. പൂച്ച ഒന്ന് ശരീരം കുടഞ്ഞതും നമ്മുടെ മഴത്തുള്ളി താഴെ മണ്ണിലേക്ക് വീണു. അവിടെ അത് ഭൂമിയുടെ ഉള്ളിലേക്ക് പതിയെ അലിഞ്ഞിറങ്ങി അതിന്റെ യാത്രയുടെ അടുത്ത ഘട്ടത്തിനായി തയ്യാറെടുത്തു. മണ്ണിലെത്തിയെന്ന് കരുതി കഥ തീർന്നുവെന്ന് വിചാരിക്കരുത്. സത്യത്തിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഇവിടെയാണ് നമ്മുടെ മഴത്തുള്ളി ശരിക്കുമൊരു ഹീറോ ആകുന്നത്. ദാഹിച്ചിരിക്കുന്ന ചെടികളുടെ വേരുകൾ അതിനെ വലിച്ചെടുക്കുന്നു, ചെടികൾക്ക് വളരാനുള്ള ഊർജ്ജമാകുന്നു, പിന്നെ കർഷകർക്ക് അവരുടെ വിളകൾക്ക് വേണ്ട ജീവജലമായി മാറുന്നു. മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ലോകം ആകെ മാറിയതുപോലെയായി. ചുറ്റും നോക്കുമ്പോൾ ഭൂമിയിൽ മനോഹരമായ ഒരു പച്ച പരവതാനി വിരിച്ചതുപോലെ തോന്നി. എന്നാൽ ഈ യാത്ര ഇവിടെ തീരുന്നില്ല. ഓരോ യാത്രയുടെയും അവസാനം മറ്റൊരു യാത്രയുടെ തുടക്കമാണല്ലോ. നമ്മുടെ മഴത്തുള്ളിക്കിനി തിരികെ അത് വന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോകണം. പിറ്റേന്ന് രാവിലെ സൂര്യൻ നല്ല ചൂടോടെ ഉദിച്ചുയർന്നു. ആ ചൂട് കാരണം നമ്മുടെ മഴത്തുള്ളിക്ക് ഒരു ഭാരക്കുറവ് അനുഭവപ്പെട്ടു. ആരോ അതിനെ മുകളിലേക്ക് വലിക്കുന്നതുപോലെ. അത് പതിയെ നീരാവിയായി ആകാശത്തേക്കുയർന്നു. ഈയൊരു പ്രക്രിയയാണ് നമ്മൾ ജലചക്രം എന്ന് പറയുന്നത്. മഴയായി പെയ്യുന്നു, ഭൂമിയിൽ ശേഖരിക്കുന്നു, സൂര്യന്റെ ചൂടിൽ നീരാവിയായി മുകളിലേക്ക് പോകുന്നു, അവിടെ തണുത്ത് മേഘങ്ങളായി മാറി വീണ്ടും മഴയായി താഴേക്ക് വരുന്നു. ഇതൊരിക്കലും അവസാനിക്കാത്തൊരു യാത്രയാണ്. ശരി, നമ്മുടെ മഴത്തുള്ളിയുടെ ഈ യാത്രയിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ ഓർക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഓർത്തു നോക്കൂ, ആകാശത്തേക്ക് തിരിച്ചു പോകുമ്പോൾ മുകളിൽ നിന്നുള്ള കാഴ്ചയെക്കുറിച്ച് കഥയിൽ ഒരു പ്രത്യേക വർണ്ണനയുണ്ടായിരുന്നു, പുഴകളെക്കുറിച്ച്. പച്ചപരവതാനി എന്ന ആ പ്രയോഗം കൊണ്ട് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ ചോദ്യം. സൂര്യൻ ഉദിച്ചപ്പോൾ മഴത്തുള്ളികൾക്കൊരു വിചിത്രമായ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? വീട്ടിലേക്കുള്ള അതിന്റെ മടക്കയാത്ര അവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോ ഇതായിരുന്നു ഒരു മഴത്തുള്ളിയുടെ ലളിതവും എന്നാൽ വളരെ മഹത്തരവുമായ ഒരു യാത്ര. അടുത്ത തവണ നിങ്ങൾ മഴ കാണുമ്പോൾ ഓരോ തുള്ളിക്ക് പിന്നിലുമുള്ള ഈ വലിയ കഥ ഓർക്കണം. കാരണം ജലം ജീവനാണ്. നമുക്ക് പ്രകൃതിയെ ബഹുമാനിക്കാം.